ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇവിടെ നല്ല സൗണ്ട് ആണ്. നിങ്ങൾക്ക് ഇത് കേൾക്കുന്നുണ്ടോന്ന് എനിക്ക് നല്ലോണം അറിയില്ല. പക്ഷെ ഞങ്ങളിപ്പോൾ കഞ്ചിക്കോട് നിന്നും ഷൊർണൂർക്ക് പോവാണ്. അവിടുന്ന് നമ്മൾ ഗോവ ടു ലക്ഷദ്വീപ്. അവിടെ നമ്മൾ ഫ്ലൈറ്റിലാണ് പോകണം. ഇപ്പൊ നമ്മൾ രണ്ടും ട്രെയിനിലാണ് പോകണം. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇതിനകത്ത് ഒന്നും ഇൻട്രോ പറഞ്ഞിട്ടില്ല. അത് നമ്മൾ വേറെ വീഡിയോ കട്ട് ചെയ്തിടാം. ഓക്കെ, ഇപ്പൊ ഞങ്ങൾ ഷൊർണൂർ എത്തിയിട്ട് വീണ്ടും വരാം. ഇതെന്റെ ഫസ്റ്റ് അറിയില്ല, ഇതെന്റെ ഫസ്റ്റത്തെ വ്ളോഗാണ്. ഇത് ഞാൻ ഇടുവോന്ന് എനിക്ക് അറിയില്ല. അത് ഞാൻ എടുത്തു, പക്ഷെ ഇട്ടിട്ടില്ലല്ലോ. അതായത് എന്റെ ആ ഓൺ വോയിസിൽ ഇങ്ങനെ സംസാരിച്ചിട്ട് ഇടുന്ന ആദ്യത്തെ വ്ളോഗായിരിക്കും ഇത്. ഇടുവോന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഇടാൻ ശ്രമിക്കും. താങ്ക്സ് ഗൈസ്. അപ്പൊ ഞങ്ങള് ഷൊർണൂർ എത്തി. ഇന്ന് നമ്മൾ ഇവിടുത്തെ നെക്സ്റ്റ് ട്രെയിൻ 3:05 അപ്പൊ നമ്മൾ ഇവിടെ നേരെ പോണു ഗോവ. ഫോട്ടോ എടുത്ത് തരാം. ഹായ് ഗൈസ്. അപ്പൊ എന്താണ് പറയ്, നമ്മളെന്താ ഇപ്പൊ ഷൊർണൂർ എത്തി. അടുത്ത ട്രെയിൻ, ഗോവത്തിലെ ട്രെയിൻ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ഈ വ്ളോഗ് ഞാൻ പോസ്റ്റ് ചെയ്യുകയില്ല, ഞാൻ പോസ്റ്റ് ചെയ്യാൻ എന്തായാലും ചെയ്യണ്ട. പിന്നെ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ടെടുത്തോണ്ടിരിക്കുന്നത്? അതെ, എനിക്ക് സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഫാമിലിയും ഫ്രണ്ട്സും ഒന്നുമില്ല. ഒറ്റയ്ക്കാണ് നമ്മളിപ്പോ എവിടെ എത്തി? നമ്മളിപ്പോ ട്രെയിനില് കോഴിക്കോട് കഴിഞ്ഞു. എന്റെ കയ്യിൽ മൈക്കുണ്ട്, സംസാരിച്ച് ക്ലിയർ ആയിട്ട് കേൾക്കാൻ വേണ്ടിട്ട്. പക്ഷെ ഇത് കുത്തിയിട്ട് സംസാരിക്കാൻ എനിക്ക് മടിയാണ്. വൈ? ബിക്കോസ് ആൾക്കാർ വിചാരിക്കും ചാനൽ മോണിറ്റൈസേഷൻ കൂടെ ആയിട്ടില്ല. അപ്പൊ ഞാൻ ഓൾറെഡി മൈക്ക് കുത്തിയിട്ട്. പക്ഷെ വേറെ എന്താ വെച്ചല്ലേ, എനിക്ക് ഉറക്കെ സംസാരിക്കാൻ മടിയാണ്. മാത്രമല്ല മൈക്കിനെ സംസാരിക്കാനേ മടിയാണ്. അവിടെ തല കാണിക്കാണ്ട് നമ്മളുടെ ഒരു ആട്ടം. ഈ ട്രെയിനിന് ഗോവ എത്തുമ്പോ 1 മണി 1:15 ആവും. അത്രയും സമയം ബോറടിച്ചിരിക്കണം. ഞാൻ കുറച്ചേരം ലുഡോ ഒക്കെ കളിച്ചു, പക്ഷെ വീണ്ടും ബോറ്. നിങ്ങൾ ആരൊക്കെയാണ് പോണത് കാണിച്ചില്ലല്ലോ. മാതാശ്രീ ഒന്നും പറയാനില്ല. എവിടേക്കാ പോയിട്ട് പറഞ്ഞോ, അവിടേക്ക് നമുക്ക് പോവാം. നല്ല ചുവന്ന കളറ ബുക്ക് എങ്ങനെയുണ്ട്? നല്ല ബുക്ക്. അത്ര വായിച്ചു കഴിഞ്ഞോ? തീരാനായി. ഹൊററാണോ? ഇനി കുറച്ചേരം ലൂഡോ കളിക്കാം. ഞാനേതാ? ഞാൻ റെഡാ. കേക്കുമല്ലോ. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിക്കായിരുന്നു. രാമശ്ശേരി ഇഡ്ലി, കുറച്ച് ബീഫ് പൊടി. ഇതിപ്പോ ഏതാ സ്ഥലം? ഇതിപ്പോ മംഗലാപുരം അല്ലേ? മംഗലാപുരം. സ്വന്തം എങ്ങനെയുണ്ട് രാമശ്ശേരി ഇഡ്ലി? എനിക്ക് ആക്ച്വലി അത്ര ഇഷ്ടമല്ല, പക്ഷെ ബീഫ് രസമുണ്ട്, അതുകൊണ്ട് കഴിക്കാം. നമ്മളിപ്പോ ഗോവ എത്തി. പാട്ട് വരുന്നുണ്ട് അല്ലേ? വണ്ടി ഞങ്ങൾ ഗോവ എത്താൻ ശരിക്കും ലേറ്റ് ആയി. 1 മണിക്ക് എത്തേണ്ട ട്രെയിൻ ആയിരുന്നു. ഒരു 1:50 2 മണിക്ക് എത്തിയിരിക്കും. ഇവിടുന്ന് നമ്മൾക്ക് വേഗം പറന്ന് എയർപോർട്ട് എത്തണം. എയർപോർട്ടിൽ നമുക്ക് ഫ്ലൈറ്റ് 7 o'clock. എന്താ? ഞങ്ങള് എയർപോർട്ട് എത്തി. പിന്നെ എന്താ ഇരിക്കണേ? ഗോവ തന്നെ ഇരിക്കണേ. ഇതിന് കൊള്ളാല്ലേ ഈ പൂക്കള്. ബോഗെയിൻവില്ല പൂക്കളും. വാ, ഉള്ളിൽ പോവാ നമുക്ക്. നമ്മുടെ പരിപാടി കഴിഞ്ഞാ ഇവിടെ ഒരു ഫോട്ടോ എടുത്തു. ജിയോ എക്സ് എന്താ? ഗോവ. എന്താ നമ്മളിപ്പോ എവിടെ? പോവാ. നമ്മളിപ്പോ ഗോവയില് ജസ്റ്റ് ഒന്ന് റെഡി ആവാനും ഫ്രഷ് ആവാനും വന്നു. കാരണം നമ്മള് ട്രെയിനിൽ നിന്ന് ഉറങ്ങി ചണ്ടിയായിട്ടാണല്ലോ വന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അവളെയൊക്കെ എടുക്കുന്നു. അവളെയൊക്കെ കാണിക്കും. നിക്ക്, നിങ്ങളുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ലേ? ഫ്ലൈറ്റ് കയറാൻ പേടിയുണ്ടോ? പേടിയില്ല. വിഷ്ണുവിന്റെ ഫ്ലൈറ്റ് കയറാൻ പേടിയുണ്ടോ? ഇല്ല.
ഇതിക്ക് പേടിയുണ്ടോ? ഇല്ലെന്നാ കേറിട്ടും കൂടെ എക്സ്പ്രഷൻ നോക്കാം. ഇവിടെ മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ മിനിയേച്ചർ. ഇതാണ് ഇതിന്റെ മിനിയേച്ചർ. അത്രേ ഉള്ളൂ. പിന്നെ ഒന്നും 13 reasons why. Why എന്ത്? Why? If you are listening, you are too late. So I am late. എന്താ ചെക്ക് ഓപ്പൺ ആവാത്ത? എനിക്കാണെങ്കിൽ വലിയ അവിടെ ഇരിക്കാൻ. ബോർഡിംഗ് ഒക്കെ ചെയ്തതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അയ്യോ അമ്മയെ തണുക്കണേ. ഫ്ലൈ 91. നീ എന്താ എടുക്കണേ? ഏതായിരുന്നു എന്റെ 7F. അന്ത നീ എങ്ങോട്ട് നോക്ക? ഇവിടുന്ന് പുറകിലേക്ക് അങ്ങോട്ട് സെൽഫി എടുത്ത് 3 സീറ്റ്. സൂര്യനാണോ? ഫോണിൽ അത്ര ക്ലിയർ ഇല്ല. സൂര്യനെ ക്ലിയർ ആയി. ക്ലിയർ ആയാ? ഡിസെൻഡ് ചെയ്യാൻ പോവുകയാണെന്ന് അനൗൺസ് ചെയ്തു. കുട്ടി ഹൈലൈറ്റ്സ് ഒക്കെ കാണുമെന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ കാണുമെന്നറിയില്ല. കാണുമായിരിക്കും. എന്താ ജസ്റ്റ് ലാൻഡഡ് അഗത്തി എയർപോർട്ട്. നല്ല വെയിലുണ്ട്. വെയിലുണ്ട്. കണ്ണോക്കാൻ പറ്റുന്നില്ല. വെയില നല്ലത്. എന്താ റോട്ടിലോ? ബാഗ് എടുക്ക മനസ്സിലായില്ല. ബാഗ് താഴെ ഇട്ടുന്നോ? ഇതെന്താണ്? ഇതെന്താ മനോങ്ങളെ പറയും? കിലാഞ്ചി ആൻഡ്
തേങ്ങാപ്പാലിൽ പഴം. പക്ഷെ പഴം എവിടെ? നിങ്ങളൊക്കെ പഴം തിന്നിട്ടോ? ഓക്കെ, കിലാഞ്ചി ആൻഡ് തേങ്ങാപ്പാൽ. ലെറ്റ്സ് സീ. ഇത് നമ്മൾ നൂലിപ്പുട്ട് തേങ്ങാപ്പാൽ ചെയ്യിക്കണ പോലെ. നമ്മൾ താമസിക്കണത് കാണിക്കാൻ മറന്നു പോയി. ഇവിടെ നിന്ന് അടുത്താണ് ബീച്ച്. കാണുന്നുണ്ടോ എനിക്കറിയില്ല. അതാണ് ബീച്ച്. ഇതൊരു ഹോം സ്റ്റേ. താഴെ അവരുണ്ട്, മുകളിൽ നമ്മള്. ഹായ് നന്ദു. ഇതെന്താ? ഇത് കുടിക്കുന്ന വെള്ളമാണ് അല്ലേ? ദാറ്റ്സ് നൈസ്. അതെന്തായാലും അങ്ങനെ വട്ടത്തിൽ ഊഞ്ഞാല് അതിലങ്ങനെ ചമ്മറം പറഞ്ഞിരുന്ന് നടേണ്ടി വരും. അതെന്താ സ്റ്റേജോ അവർക്ക്? ചെറിയൊരു ഡൈനിങ്, വാഷ് ഏരിയ, ഒരു ഫസ്റ്റ് ബെഡ്റൂം. എല്ലാരും വന്ന ക്ഷീണത്തിൽ മയങ്ങാണോ? ഞങ്ങൾ ജസ്റ്റ് വന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. സമയമൊക്കെ 10 മണി ആയിട്ടുള്ളൂ. അറിയില്ല, അത്രയൊക്കെയല്ലേ ഉള്ളൂ. സെക്കൻഡ് ഇനി ഒരു റൂമും കൂടെ ഉണ്ട്. മൂന്ന് റൂമ്. പിന്നെ കിച്ചൺ അല്ല, അവർ ആക്ച്വലി കുക്ക് ചെയ്ത് തരും. ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അത്രേ ഉള്ളൂ. നല്ല പൊരിഞ്ഞ വെയിലുണ്ട്. സൺസ്ക്രീൻ ഇടേണ്ടി വരുമോ? നല്ല സ്പീഡിലാട്ടി വിട്. അവിടെ എന്തൊക്കെയോ ചെയ്യുന്നു. പക്ഷെ എപ്പോഴും പറഞ്ഞിട്ടാ പോണത്. രസല്ലേ? ഇത് ഇറങ്ങുന്ന സ്ഥലമാണോ? ഫുൾ ബോട്ടുകളല്ലേ? തന്റെ ചെരുപ്പ് എവിടെയാ വെച്ച്? ഇവിടെ നല്ല വെള്ള മണൽ. ക്യാമറയിൽ ഇത് നീലവെള്ളമായിട്ട് കാണണ്ടോ എനിക്കറിയില്ല, പക്ഷെ നല്ല നീലവെള്ളമാണ്. നല്ല വെള്ളം, തെളിഞ്ഞ വെള്ളം. ക്യാമറയിൽ കാണുന്നുണ്ടോ? എടുത്താ മതി. മാനത്തെ അമ്പിളി കാലാഞ്ചി അല്ല, കിലാഞ്ചി. കാലാഞ്ചി ഏതിഷ്ടായോ? കിലാഞ്ചി ഇഷ്ടായോ? രാവിലത്തെ ഇഷ്ടമായി, പക്ഷെ മധുരക്ക് ഇഷ്ടമല്ല. പക്ഷെ എനിക്കതത്ര മധുരവും തോന്നിയില്ല. എനിക്കതെന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു അല്ലേ? എനിക്ക് അതിന്റെ ടേസ്റ്റ് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ആ പാലല്ല, തേങ്ങാപ്പാല്, പഴം. പക്ഷെ ആ പഴം പഴുത്തിട്ടില്ല, ലൈക്ക് കായ പോലെ ഉണ്ടായിരുന്നു. അത് പഴുക്കാത്ത പഴം, അധികം ആവാത്തത്. അതുകൊണ്ട് എനിക്കത്ര അതിന്റെ ഫ്ലേവർ ഇഷ്ടപ്പെട്ടില്ല. ബട്ട് ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അതും ഇഷ്ടമായില്ലേ? ഇന്ത്യക്ക് ഇഷ്ടമായോ അത്? കിലാഞ്ചി ഉച്ചക്ക് എന്താ? നമ്മളിപ്പോ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് നമ്മള് പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ. അപ്പൊ അതുവരെ നമ്മൾ ജസ്റ്റ് റോമിങ്. ഉച്ചക്ക് നല്ല ഫുഡ് ആയിരുന്നു. ഇപ്പൊ എവിടേക്കാ പോണത്? നമ്മള് അഗത്തി ലോക്കൽ സൈറ്റ് സീയിങ്.
അതാണ് ആ സെയിം അവിടെ അത് കാണിച്ചെടുക്കും. എന്റെ കുരു നന്നായി കാണുന്നുണ്ട്. എനിക്ക് കുരു വന്നിവിടെ. ഇത് ഹൗസ് ബോട്ട് വലിയ ഹൗസ് ബോട്ടോ? അപ്പൊ നാളെ നന്ദുവിന് വേറെ ബോട്ട് വേണ്ട, നമുക്ക് നടന്നു വന്നാ മതി സുഖായിട്ട്. വിട് വിട്. ഇതിനുള്ളിൽ കേറിട്ട് ഇങ്ങനെ മ്യൂസിയം. നമുക്ക് മ്യൂസിയത്തിലെത്തി. പക്ഷെ ഇവിടെ ഇപ്പൊ എന്താ, എനിക്കും അതന്നെ അറിയുള്ളൂ. സിൽസില ഹേ സിൽസില, എനിക്കും അത് മാത്രമേ അറിയുള്ളൂ. ഇതാ സിൽസില. സിൽസില 10 മിനിറ്റ് ഉള്ളൂ, ഞാൻ അങ്ങോട്ട് പോണം. അമ്മേ ഒരു കുഴി. എന്താ ഒരു കുഴി? അയ്യോ, ഇവിടെയാണ് ഞാൻ കുറച്ച് തിര കണ്ടത്. ഇത്രയും സ്ഥലത്ത് തിര ഉണ്ടായിരുന്നില്ല. പക്ഷെ തിര ഉണ്ടെങ്കിലും വാട്ടർ ബ്ലൂ ആണ്. കണ്ടോ, ശരിക്കും കണ്ടോ, പെട്ടെന്നാണ് തിര. അങ്ങനെ തിര വരുന്നത്. ദിയ, നമ്മള് അഗത്തി ഐലൻഡിന്റെ എൻഡാണത്. എയർപോർട്ട് തൊട്ടിട്ട് ഈ എൻഡ് വരെ 7.5 കിലോമീറ്റർ ആണ്. അത്രേ ഉള്ളൂ. പിന്നെ കടൽ വെള്ളത്തിന് മധുരം ഉണ്ടാവുമോ? ചേച്ചി ഒരു കാണുന്നുണ്ടോ? ആ കാണുന്നുണ്ട്. കുറേ മീൻ. പക്ഷെ മീനിന്റെ കളർ അറിയണില്ല, ഒക്കെ കറുപ്പ് പോലെ ഉണ്ട്. പക്ഷെ ശരിക്കും നീല മീനാ. എന്താണ്? എനിക്ക് ബോറടിക്കുന്നു. ദിയ ദിയ നമുക്ക് ഇവിടെ എടുക്കാം. ഇതിപ്പോ നമ്മളത് അന്താൻ ബീച്ച്. അന്താൻ ബീച്ച്, അന്തൻ ബീച്ച് ഓർ അന്താൻ ബീച്ച്. അന്താൻ ബീച്ച് ഓടിക്കുന്നു. ഇറങ്ങിയാ ഓടിപ്പോയി. അന്താൻ ബീച്ച്, ഇതാണ് അന്താൻ ബീച്ച്. നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ നിന്ന് ഫുഡ് എടുക്കാറുന്നല്ലേ? ഇവിടെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്, കുഞ്ഞു കുഞ്ഞിതാണെങ്കിലും. എനിക്ക് വേണം ഐസ്, എനിക്ക് വേണം ഐസ് കഴിയുന്നത്. പാവാക്കുട്ടിന്റെ വീഡിയോ എടുത്തിട്ട് എന്ത്? നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്താ? ചായ കുടിക്കാം. ചായ് നീ ചായ കുടിക്കില്ലല്ലോ. ഞാൻ ചായ കുടിക്കില്ല, പക്ഷെ വേറെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ അവിടെ. ആ വെളിച്ചത്തിൽ പോയി എടുക്കണം. അത് നല്ല വിലയുണ്ട്. ഊഞ്ഞാലില് ആരുമില്ല, സോ ലെറ്റ്സ് ഊഞ്ഞാലിടാം. രശ്മേമ കഴിഞ്ഞ ഞാൻ
ഇതിലിങ്ങനെ ഇരിക്കല്ലേ, ഇങ്ങനെ കിടക്കണം. അങ്ങനല്ല, കിടക്ക്. കിടക്ക്, ഇങ്ങനെ കിടക്ക്. അങ്ങനെയല്ല, ഇങ്ങനെ കിടക്ക്. ആ വീണ താഴെ മണ്ണല്ലേ. ഞാൻ ആട്ടിക്കാം. അല്ലയോ തോന്നുന്നു എന്നൊക്കെ വീട് വെറുതെ ചുമ്മാ വീട് നന്നായിട്ടുണ്ടല്ലോ. എടുത്തല്ലോ നോക്കൂ, ഒരു ഡെഡ് ബോഡി ചത്ത പോലെ കിടക്കാം. ശരിക്കും വലിയ രസം. ഞാൻ അത് തന്നെ പോയി നടക്കാം. ഇത് ഗോവയല്ലല്ലോ, ലക്ഷദ്വീപ് അല്ലേ. അതല്ല പറഞ്ഞു. പക്ഷെ എന്നാലും ചെറിയൊരു പാർട്ടി സെറ്റപ്പ് പോലെയൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. എത്ര തെങ്ങാലേ, കണ്ടമാനം തെങ്ങ. കുറച്ച് പ്ലാവും വേണം, മാവ്. മാവൊന്നും ഇവിടെ ഇല്ലവേ ഇല്ല. ഗോ, എനിക്ക് വയ്യ. ഐ വാണ്ട് ടു ഗോ ടു മൈ. ഞങ്ങളിപ്പോൾ തിരിച്ചു റൂമിൽ പോകാൻ പോവാണ്. ഭയങ്കര കിട്ടായി. നന്ദന നന്ദന നന്ദന. നമ്മൾ ഇവിടെ സോട്ട് സംസാരിക്കാല്ലേ, പക്ഷെ എനിക്ക് എപ്പോഴും ഇവിടെ നിന്ന് സംസാരിച്ചു. ടുമോറോ ഇസ് അവർ സ്ക്യൂബ ഡേ, ബട്ട് ഐ ഡോണ്ട് നോ ഞാൻ ചെയ്യുമോ ഇല്ലയോ, ബിക്കോസ് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ ബൈ. ഐ എം ഫെഡ് അപ്പ്. നമുക്ക് ഈ വ്ളോഗ് എൻഡ് ചെയ്യാം. അടുത്തു നിങ്ങൾക്ക് എൻഡ് ചെയ്യാം. എനിക്ക് വയ്യ. ഒരു ക്ലിയർ ഇല്ലാത്ത ഷോട്ടിൽ നിന്നും ഞാൻ എൻ്റെ വ്ളോഗ് എൻഡ് ചെയ്യുന്നു ഗൈസ്. ബൈ ബൈ.